ലോക രാഷ്ട്രങ്ങൾക്കെല്ലാം ഒരുപോലെ തലവേദനയായിരിക്കുന്ന ഇസ്രായേൽ പലസ്തീൻ പ്രശ്നമായിരിക്കും എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞ് ആദ്യം രമ്യമായി പരിഹരിക്കുന്നത്. പിന്നീട് യഹൂദന്റെ ചിരകാല സ്വപ്നമായ യെരുശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് യഹൂദനെ സഹായിക്കും. എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശത്തോടെ അവൻ തന്റെ ന്യായബുദ്ധി എന്ന ഉപായത്താൽ ലോക നേതാക്കന്മാരെ തന്റെ വരുതിയിൽ വരുത്തുമെന്ന് പ്രവാചകനായ ദാനിയേൽ പറയുന്നു. AD 70 റോമൻ സൈന്യാധിപനായ തീത്തോസ് യെരുശലേം പിടിച്ചടക്കി. ദേവാലയത്തിന് തീവച്ചു. ദേവാലയത്തിന്റെ അടിസ്ഥാനം പോലും ആനയെക്കൊണ്ട് കലപ്പ കെട്ടി ഉഴുതു മറിച്ചു. 1948 മെയ് മാസം 14 ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രം പുനർജനിച്ചുവെങ്കിലും യെരുശലേം എന്ന വിശുദ്ധ നഗരം അവർക്ക് ലഭിച്ചില്ല. ബ്രിട്ടീഷ് ഗവൺമെന്റ് അറബികളെ കൂടെ കണക്കിലെടുത്ത് യഹൂദ പ്രശ്നം പരിഹരിച്ചപ്പോൾ പലസ്തീൻ രണ്ടായി വിഭജിച്ചു. അങ്ങനെ ഇസ്രായേൽ എന്നും ജോർദാൻ എന്നും രണ്ടായി തിരിഞ്ഞു. അപ്പോൾ യോർദാന്റെ കൈവശം യെരുശലേം എത്തിച്ചേർന്നു. എന്നാൽ 1967 ജൂൺ മാസത്തിൽ നടന്ന 6 ദിവസത്തെ യുദ്ധം ഇസ്രായേലും ഈജിപ്തുമായി നടന്നു. ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രത്തിന്റെ ശൈശവാവസ്ഥയിൽ നടന്ന ഈ യുദ്ധത്തിൽ ഈജിപ്റ്റ് വലിയ ഒരു സൈന്യത്തെ അനേകം ടാങ്കറുകളുടെ അകമ്പടിയോടെ സീനായ് മരുഭൂമിയിലേക്ക് അയച്ചു. ഈ 6 ദിവസത്തെ യുദ്ധത്തെ നിയന്ത്രിച്ചത് കുബുദ്ധിക്കാരനായ നസാർ ആയിരുന്നു. ഡിറാൻ ഉൾക്കടലിൽ കൂടെയുള്ള ഇസ്രായേലിന്റെ ഗതാഗതം നാസർ നിരോധിച്ചു. ഈജിപ്റ്റ്, സിറിയ, ഇറാഖ്, ജോർദാൻ തുടങ്ങിയുള്ള അറബ് രാഷ്ട്രങ്ങൾ ഒന്നു ചേർന്ന് പറഞ്ഞു, വരുവീൻ, ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ വണ്ണം നാം അവരെ നിർമൂലമാക്കുക, അവരുടെ പേര് പോലും ആരും ഇനിയും ഓർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ എന്ന ചെറിയ രാഷ്ട്രത്തെ അതിന്റെ ശൈശവാവസ്ഥയിൽ തന്നെ ഇല്ലാതാക്കുവാൻ ശത്രുക്കൾ ശ്രമിച്ചു. ഇത് വേദപുസ്തക പ്രവചനത്തിന്റെ നിവൃത്തി കൂടിയായിരുന്നു. സങ്കീർത്തനം 83:4 എഴുതിയിരിക്കുന്നത് പോലെ 454 പോർ വിമാനങ്ങൾ ഒന്നിച്ച് ഈജിപ്തിന്റെ എയർപോർട്ടിൽ നസറിന്റെ ഒരു സിഗ്നൽ കിട്ടുവാൻ കാത്തുകിടന്നു. ഇത്രയും പോർ വിമാനങ്ങൾ ഒന്നിച്ചു പറന്നു ചെന്ന് നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിനെ ഭൂമുഖത്തു നിന്നും തുടച്ചു നീക്കുവാനായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ ഇസ്രായേലിന്റെ അതിശക്തമായ റഡാർ നസറിന്റെ നീക്കങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. അറബികളുടെ പോർ വിമാനങ്ങൾ ഈജിപ്തിന്റെ എയർപോർട്ടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പോൾ ഇസ്രായേൽ വളരെ തന്ത്രപരമായി ശത്രുപാളയത്തിലേക്ക് തങ്ങളുടെ വിമാനവുമായി ചെന്ന് നസറിന്റെ 454 പോർ വിമാനങ്ങളും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സീനായിയുടെ 3/4 ഭാഗവും യോർദാൻ നദിയുടെ പടിഞ്ഞാറ് തീരവും പിടിച്ച് യെരുശലേം പട്ടണവും കൈവശപ്പെടുത്തി. യെരുശലേം ദേവാലയം എത്രയും വേഗം പണി തീർക്കണം എന്ന ആവേശത്തിലാണ് ഇന്ന് സർവ്വ യഹൂദന്മാരും. തങ്ങളുടെ ഈ തലമുറയിൽ തന്നെ ദേവാലയത്തിന്റെ പണി പൂർത്തീകരിച്ച് കാണണമെന്ന പ്രാർത്ഥനയിലാണ് ഓർത്തഡോക്സ് ജൂതന്മാർ. ദേവാലയത്തിന്റെ നിർമ്മാണം എപ്പോൾ ആരംഭിക്കണം എന്നതിനെക്കുറിച്ച് പലതരം ഭിന്ന അഭിപ്രായങ്ങളും അവരുടെ നടുവിലുണ്ട്. എന്നിരുന്നാലും സർവ്വലോക യഹൂദന്മാരെയും ഒന്നാക്കി നിർത്തുന്ന മഹാശക്തിയാണ് യെരുശലേം ദേവാലയം. ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് ചില പ്രതിബന്ധങ്ങൾ ഇസ്രായേൽ നേരിടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ദേവാലയം പണിയുന്നതിനുള്ള സ്ഥാനം സംബന്ധിച്ചുള്ളതാണ്. ശലോമോന്റെ ദേവാലയം സ്ഥിതി ചെയ്തിരുന്ന വിശുദ്ധ സ്ഥലത്ത് ഇന്ന് നിലനിൽക്കുന്നത് AD 686 അബ്ദുൽ മാലിക് പണി കഴിപ്പിച്ച ഓമറിന്റെ പള്ളിയാണ്, മുസ്ലിം പള്ളിയാണ്. ഈ പള്ളി അവിടെ നിൽക്കുന്ന കാലത്തോളം യഹൂദന്മാർക്ക് തങ്ങളുടെ ദേവാലയം അതേ സ്ഥാനത്ത് പണിയുവാൻ സാധ്യമല്ല. അത് അവിടെ നിന്നും പൊളിച്ചു മാറ്റുക എന്നത് അപകടകരമായ ചുവടുവയ്പായിരിക്കും. കാരണം തങ്ങളുടെ മോസ്കിന് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഒഴുക്കുവാൻ അറബികൾക്ക് മടിയില്ല. ഒരു വിഭാഗം യഹൂദ റബ്ബികൾ വിശ്വസിക്കുന്നത് ഒരു ശക്തമായ ഭൂകമ്പം ഉണ്ടാകുമെന്നും ആ ഭൂകമ്പത്തിൽ ഓമറിന്റെ പള്ളി നാമാവശേഷമാകുമെന്നും അപ്പോൾ തങ്ങളുടെ വിശുദ്ധ ദേവാലയം തടസ്സങ്ങളൊന്നും കൂടാതെ പണിയുവാൻ കഴിയുമെന്നും അവർ ഉറച്ച് വിശ്വസിക്കുന്നു. എതിർപ്പുകളും തടസ്സങ്ങളും വകവയ്ക്കാതെ ദേവാലയം പണിയപ്പെടും. വിലാപ മതിലിന്റെ പടിഞ്ഞാറേ ഭാഗത്തായി ആലയത്തിൽ ശുശ്രൂഷ നിർവഹിക്കുന്നതിനായി 200 വേദ വിദ്യാർത്ഥികൾ വീതമുള്ള 2 സ്കൂൾ സ്ഥാപിച്ച് അവർക്ക് പരിശീലനം നൽകി വരുന്നു.
യാഗങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി 35 ആരാധനാ ക്രമങ്ങൾ രചിക്കപ്പെട്ടു. ഭസ്മത്തിനായി ചുവന്ന പശുക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന തിരക്കിലാണവർ. രാഷ്ട്രീയ മത സാഹചര്യങ്ങൾ എന്തായിരുന്നാലും യെരുശലേം ദേവാലയത്തിന്റെ നിർമ്മാണം അധികം താമസിയാതെ നടക്കും. അഥവാ യഹൂദന്മാരെ കൊണ്ട് അത് സാധിക്കാതെ വന്നാൽ എതിർ ക്രിസ്തു ആ കർമ്മം പൂർത്തീകരിക്കും. 3.5 വർഷം കഴിഞ്ഞ് എതിർ ക്രിസ്തു തന്റെ പ്ലാൻ മാറ്റി ദേവാലയം അശുദ്ധമാക്കി അവന്റെ തനി സ്വരൂപം പുറത്തു കൊണ്ടുവരും. ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കും. തന്റെ പ്രതിമ അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കും. ഇങ്ങനെ പോകുന്നു എതിർ ക്രിസ്തുവിന്റെ വാഴ്ച. എതിർ ക്രിസ്തുവിന്റെ ഈ നടപടിയെ എതിർക്കുമ്പോഴാണ് യഹൂദനും എതിർ ക്രിസ്തുവും തമ്മിൽ പരസ്പരം എതിരാളികളാകുന്നതും പീഡനം ആരംഭിക്കുന്നതും. എതിർ ക്രിസ്തുവിന്റെ ഈ ഉപദ്രവം ഒരു ആഴ്ചവട്ടം അഥവാ 7 വർഷം നീണ്ടു നിൽക്കുന്നതായിരിക്കും. യഹൂദന്മാരുടെ മശിഹ ഹോശാന ഞായറാഴ്ച കഴുതപ്പുറത്ത് കയറി യെരുശലേമിലേക്ക് കടന്നു ചെന്നു. ഇത് സംബന്ധിച്ച് പ്രവാചകനായ സെഖര്യാവ് പറയുന്നത്, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. യഹൂദന്മാർ ഇവനെ രാജാവായി സ്വീകരിച്ച് അംഗീകരിക്കേണ്ടതിനു പകരം അവനെ തള്ളിക്കളഞ്ഞ് ഉപദ്രവിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം എന്നെ ഇനിയും കാണുകയില്ല. യേശുക്രിസ്തുവിന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞതിനാൽ പിന്നെ അവർ അവനെ ഇന്നുവരെയും കണ്ടിട്ടില്ല. എതിർ ക്രിസ്തുവിന്റെ കഠിന പീഡയാൽ മനവും ദേഹവും നൊന്ത യഹൂദന്മാർ 2 കൈകളും ഉയർത്തി ദൈവത്തോട് നിലവിളിക്കും, കർത്താവെ, ഞങ്ങൾക്കായി വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ മശിഹായെ ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തരണമേ എന്ന് നിലവിളിച്ച് ദിനവും ദൈവത്തോട് പ്രാർത്ഥിക്കും. മഹോപദ്രവത്തിന്റെ അവസാനം ക്രിസ്തു എന്ന മശിഹ യെരുശലേമിന് കിഴക്കുള്ള ഒലിവ് മലയിൽ പ്രത്യക്ഷനാകും. തന്റെ കരങ്ങൾ 2 ഉയർത്തി യഹൂദനെ അനുഗ്രഹിക്കും. ഈ സമയം തന്റെ കൈകളിലുള്ള ആണിപ്പാടുകൾ അവർ കാണും. നിന്റെ കൈയിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് അവർ കൂട്ടമായി ചോദിക്കുമ്പോൾ മശിഹ അവർക്ക് കൊടുക്കുന്ന മറുപടി, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അവർ എന്നെ അടിച്ചതാകുന്നു. അപ്പോൾ അവർ വലിയ അനുതാപത്തോടെ തങ്ങളുടെ പിതാക്കന്മാർ മശിഹയെ തിരിച്ചറിയാതെ പോയതിനെക്കുറിച്ച് ഓർത്ത് അനുതപിക്കും. അതിനുശേഷം അവർ ആഹ്ലാദഭരിതരായി കൂട്ടത്തോടെ ആർത്തു ഘോഷിക്കും, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഹോശന്ന. ഇങ്ങനെ അവർ ഒരു ജാതി ഒന്നടങ്കം മാനസാന്തരത്തിലേക്ക് കടന്നു വരും.